എനിക്ക് മന്ത്രിയാവാൻ ഒരു താല്പര്യമില്ല. ഇപ്പൊ എന്താ പറഞ്ഞ മന്ത്രിയാവാൻ എനിക്ക് ഒരു താല്പര്യമില്ല. അത്രയും വേണോ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഞാൻ 3 വർഷക്കാലം മന്ത്രി ആയില്ലല്ലോ. പക്ഷെ എന്നിട്ടും ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ പരിപൂർണ പിന്തുണ. എപ്പോഴും കോൺഗ്രസ് സംഭവിക്കുന്നത് എന്താ? പാർലമെന്ററി പാർട്ടിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. നിരീക്ഷകർ വരുന്ന അതേ വിമാനത്തിലാണ് ചെന്നിത്തലയും തിരുവനന്തപുരത്തേക്ക് എത്തുക. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇതിപ്പോ വിജയിപ്പിച്ചത് വി ഡി സതീശനാണെന്നും അതുകൊണ്ട് സ്വാഭാവികമായും ആ പദവിക്ക് ഒരു സ്വാഭാവിക നീതി എന്നുള്ള രീതിയിൽ സതീശനാണെന്ന് അർഹൻ എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് സജീവമാകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വി ഡി സതീശന് വേണ്ടി വലിയ മുറവിളിയുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ആണോ? അല്ലല്ലോ. ഫ്ലക്സ് വെക്കുന്നതുകൊണ്ടാണോ തീരുമാനം ഉണ്ടാകുന്നത്? നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. അതൊക്കെ ആദ്യം അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നും കൊണ്ട് വലിയ കാര്യമില്ല. ഫ്ലക്സ് വെക്കാനും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. AICC നിരീക്ഷകരുടെ അതേ വിമാനത്തിലാണ് ചെന്നിത്തല എത്തുന്നത് എന്ന് പറയുന്നു. ചെന്നിത്തല പറയുന്നു ലക്ഷ്യം മറ്റൊന്നാണ്. മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അവിടെ എത്തിയതെങ്കിലും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പദത്തിനായുള്ള ചരടുവലികൾ അണിയറയിലൂടെ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയാണ് വാർത്തകളിൽ നിറയുന്നത്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നീ 3 പേരുകളിൽ ചുറ്റി ചർച്ച മുന്നോട്ട് പോകുന്നു. പല പല വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയുമാണ് ഞാൻ. മുഖ്യമന്ത്രിയാവാൻ ഇയാളെക്കാൾ യോഗ്യം ഞാൻ തന്നെ. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ ഡൽഹിയിൽ പോയത് കേരളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല. ഞാൻ മഹാരാഷ്ട്രയിലെ സംഘടനാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ പോയത്. എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമില്ലാത്തതായി ഉള്ളൂ. അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ അന്തിമ തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ യോഗത്തിന് വേണ്ടി പോയതാണ്. എന്നാണ് ഈ പറയുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മഹാരാഷ്ട്ര ചർച്ച ചെയ്യാനാണ് ഞാൻ വന്നത് എന്നുള്ള ഒരു പ്രതികരണം മാത്രമാണ് നടത്തിയത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? കഷ്ടം. ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.